അപ്പൊ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നമ്മൾ KSRTC യാത്ര ചെയ്യുമ്പോൾ ചില്ലറ മാറാനുള്ള ഒരു വിഷമാണ്. അപ്പൊ ഇനിയിപ്പോ KSRTC പുതിയ ട്രാവൽ കാർഡ് എന്റെ കയ്യിലുണ്ട്. ഇതാണ് സംഭവം. ട്രാവൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ചില്ലറ പ്രശ്നം ഒക്കെ ഒഴിവാക്കാം കേട്ടോ. 100 രൂപയാണ് ഈ കാർഡിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത്. 50 രൂപ മുതൽ 3000 രൂപ വരെ ചാർജ് ചെയ്ത് നമുക്ക് ഈ ഒരു KSRTC ട്രാവൽ കാർഡ് ഉപയോഗിക്കാം. KSRTC ഏത് ബസ്സിലും ഈ ഒരു ട്രാവൽ കാർഡ് ഉപയോഗിക്കാം കേട്ടോ. അത് എറണാകുളം നിലവിൽ നമുക്ക് ഈ കാർഡ് എല്ലായിടത്തും ആക്റ്റീവ് ആയോ? എല്ലായിടത്തും ആക്റ്റീവ് ആയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇത് വെച്ച് നമുക്ക് ട്രാവൽ റീചാർജ് ചെയ്യാൻ നമുക്ക് എവിടെ വന്നത്? റീചാർജ് കണ്ടക്ടർമാരാണ് KSRTC റീചാർജ് ചെയ്തിരുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഈ കാർഡ് ആക്റ്റീവ് ആക്കാൻ ആദ്യം 100 രൂപ കാർഡിന്റെ വില. അതിനുശേഷം നമുക്ക് 50 തൊട്ട് 3000 രൂപ എത്ര ചാർജ് ചെയ്യാം? 1 വർഷമാണോ വാലിഡിറ്റി? 1 വർഷമാണ് വാലിഡിറ്റി. 1000 രൂപ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് 40 രൂപ എക്സ്ട്രാ കിട്ടും. 1000 രൂപയ്ക്ക് 40 രൂപ ബോണസ് ഉണ്ട്. അപ്പൊ 1000 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ 40 രൂപ ബോണസ് ഉണ്ട്. KSRTC കാർഡുകൾ കിട്ടുന്നത് KSRTC കണ്ടക്ടർമാരുടെ കയ്യിൽ നിന്നും യാത്രാ പൂൾസിൽ നിന്നും KSRTC യാത്രാ പൂൾസിൽ നിന്നും കിട്ടുന്നതാണ്. ബാലൻസ് അറിയണമെങ്കിൽ നമുക്കിത് ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ ബാലൻസ് ആ ടിക്കറ്റിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. നേരത്തെ പൈസ കൊടുത്തിട്ട് ബാക്കി ചില്ലറ കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടക്ടറെ നോക്കുന്ന ഒരു പതിവ് രീതിയുണ്ട്. അപ്പൊ അതിനൊക്കെ ഇനി ഒരു അവസാനം വരാൻ പോവാണ്. അപ്പൊ ചില്ലറ പ്രശ്നം ഇനി നമ്മുടെ KSRTC ഉണ്ടാവില്ലോ. ഈ ഒരു ട്രാവൽ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ KSRTC ഈ കാർഡ് ആക്റ്റീവ് ആണ് കേട്ടോ. KSRTC സ്നേഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തോട്ടോ.